ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. സ്ട്രാപ്പ് ഡ്രസ്സിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കേട്ടോ കാണിക്കുന്നത്. അതിനു മുമ്പ് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ മെറ്റീരിയൽ 4ആയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 18 ഇഞ്ച് വിഡ്ത്തിലാണ് കേട്ടോ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ലെങ്ത്ത് 50 ഇഞ്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാൻ ഫുൾ ലെങ്ത്ത് എടുത്തിട്ടുണ്ട്. മെറ്റീരിയലിൻ്റെ കട്ട് ചെയ്ത് മാറ്റിയിട്ടൊന്നുമില്ല. ആദ്യം തന്നെ നമ്മൾ ഫോൾഡ് ചെയ്തതിൻ്റെ എൻഡിൽ നിന്ന് ഇപ്പുറത്തോട്ട് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക. ഒരു മീഡിയം അളവിലാണ് കേട്ടോ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. 4 ഇഞ്ച് അളവ് മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ആം ഹോള് ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. അവിടുന്ന് താഴെ ആ 4 ഇഞ്ചിൽ നിന്ന് താഴോട്ട് ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം അപ്പുറത്തോട്ടൊരു 4 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ആ മാർക്ക് ചെയ്ത ഭാഗം യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് ആം ഹോൾ ഒരു കർവ് പോലെ വരച്ചു കൊടുക്കുക. നമ്മൾ മേലഭാഗം ഫോൾഡ് ചെയ്ത് വെച്ച സെയിം അളവ് തന്നെയാണ് കേട്ടോ താഴെ എടുക്കുന്നത്. നമ്മൾ 18 ഇഞ്ചിലാണ് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആ ഒരു സെയിം അളവ് തന്നെയാണ് താഴെ എടുക്കുന്നത്. കട്ട് ചെയ്ത് മാറ്റുന്നൊന്നുമില്ല. ഷേപ്പ് ഒന്നും വരക്കുന്നില്ല കേട്ടോ. സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈന് നമ്മൾ ആം ഹോളിൻ്റെ അവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് താഴോട്ട് വരച്ച് യോജിപ്പിച്ചിട്ട് അതിനുശേഷം അത് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ശേഷം താഴെഭാഗം ഒന്ന് ലെവലായിട്ട് കട്ട് ചെയ്തെടുക്കാം. താഴെഭാഗത്തിൻ്റെ എൻഡിലോട്ട് ഒരു അര ഇഞ്ച് മേലോട്ട് കയറ്റി കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ച് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 2 സ്ട്രാപ്പ് വേണം. പിന്നെ ഒരു 4 ക്രോസ് പീസും കട്ട് ചെയ്തെടുക്കണം. സ്ട്രാപ്പ് 8 ഇഞ്ച് ലെങ്ത്തിലും ഒരു 2.5 ഇഞ്ച് വിഡ്ത്തിലുമാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ക്രോസ് പീസിൻ്റെ ലെങ്ത്ത് വന്നിട്ട് ആം ഹോളിൻ്റെ റൗണ്ട് അളവെടുത്തിട്ട് അതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അതിൻ്റെ വിഡ്ത്ത് വന്നിട്ട് 1 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ആം ഹോളാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ക്രോസ് പീസ് 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് നല്ല വശത്ത് വെച്ച് മെറ്റീരിയലിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത ആ ഭാഗം ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്തിട്ട് ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക.
ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും നമുക്ക് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആം ഹോൾ സ്റ്റിച്ച് ചെയ്തത് മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്നുകൂടി അത് കാണിച്ചിട്ടുള്ളത്. അങ്ങനെ അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിൻ്റെ ആ ഒരു ഭാഗത്ത് ഒരു 1/4 ഇഞ്ച് ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ഒന്നുകൂടി ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന എലാസ്റ്റിക്കിൻ്റെ ആ ഒരു അളവിലാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ 1 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു എലാസ്റ്റിക്കിനെക്കാട്ടിൽ ഒരു 1/4 ഇഞ്ച് കൂടുതലായിട്ട് ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. നിങ്ങളിപ്പോൾ 1/2 ഇഞ്ചിൻ്റെയാണ് എലാസ്റ്റിക് എടുക്കുന്നതെങ്കിൽ ആ എലാസ്റ്റിക്കിനെക്കാട്ടിൽ ഒരു 1/4 ഇഞ്ച് കൂടുതലായിട്ട് എടുക്കുക. സ്റ്റിച്ചിങ്ങിൻ്റെ ഇതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ആ ഒരു ഭാഗത്ത് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് എലാസ്റ്റിക് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ 2 സൈഡിലായിട്ട് നമുക്ക് എലാസ്റ്റിക് ആ ക്ലോത്തിനോട് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം. അങ്ങനെ അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ പ്ലീറ്റൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ബാക്ക് പാർട്ടിൻ്റെയും ഫ്രണ്ട് പാർട്ടിൻ്റെയും നല്ല വശം ഉള്ളിലോട്ട് വരുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്ക് സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ ഭാഗം ഉള്ളിലോട്ടൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
അതിനുശേഷം സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്യാനായിട്ട് സ്ട്രാപ്പിൻ്റെ നല്ല വശം ഉള്ളിലോട്ട് വരും. സ്ട്രാപ്പിൻ്റെ ലെങ്ത്ത് ഞാൻ 8 ഇഞ്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നമുക്കത് കൂടുതൽ മറിച്ചെടുക്കാം. അത് കസ്റ്റമർക്ക് അധികം ലെങ്ത്ത് വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 10 ഇഞ്ച് 12 ഇഞ്ചൊക്കെ ആയിട്ട് എടുക്കാം. ഞാനത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഡ്രസ്സിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഡ്രസ്സിൻ്റെ ചീത്തവശത്തായിട്ട് ഞാനിതുപോലെ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ചെയ്യാം. നമ്മൾ സ്ട്രാപ്പിൻ്റെ സ്റ്റിച്ചിങ് സെൻറ്ററിൽ വരുന്ന രീതിയിൽ പിന്നെ ഡ്രസ്സിൻ്റെ ഒരു സൈഡിലായിട്ട് വെച്ചിട്ട് അത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ 2 വശത്തും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. പിന്നെ നമുക്ക് സിമ്പിളായിട്ട് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിന്നെ അധികം മെഷർമെൻറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.